ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. കോഴിക്കോട് കുന്നമംഗലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കൈപ്പച്ചാക്കിൽ നഗറിലെ പട്ടികജാതി വിഭാഗക്കാരായ 8 കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ കടുത്ത അവഗണനയ്ക്ക് ഇരകളാകുന്നത്. സഞ്ചരിക്കാൻ നല്ലൊരു റോഡോ താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടോ ഇവർക്കില്ല. നടുവിലാണ് കൈപ്പച്ചാക്കിൽ പാലോറമ്മൽ നഗരിലെ പട്ടികജാതി വിഭാഗക്കാരായ കുടുംബങ്ങളുടെ ജീവിതം. നല്ലൊരു റോഡോ വീടോ ഇവർക്കില്ല. കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി മൈലുകൾ താണ്ടണം. ആവശ്യങ്ങൾ പലതുണ്ടെങ്കിലും വീട്ടിലേക്കെത്താൻ നല്ലൊരു റോഡ്, അതാണ് ഇവർക്ക് പ്രധാനം. ഞങ്ങൾക്ക് വാശിയല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും ഞങ്ങളെ വിഷമവും. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് കയറുന്ന നേരം തന്നെ ഞങ്ങൾ മനസ്സിലായില്ലേ, ഞങ്ങൾ ഇത്ര 8 വീടുകളാണ് ഇവിടെ. അപ്പം ഞങ്ങൾക്കൊരു വയ്യാണ്ടായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയുമില്ല. മെമ്പർ പറഞ്ഞെന്താ മാർച്ച് മാസം ആയിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തിച്ചു തരാമെന്നൊക്കെയാണ് റോഡ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അത് കള്ളാണ്, ഞങ്ങൾക്ക് ഇവരെ വിശ്വാസമല്ല. ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലാണ് വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചുമലിൽ വെള്ളവുമായി കുന്നുകയറേണ്ട അവസ്ഥയാണ് ഇവർക്ക്. ജപ്പാന്റെ ഉണ്ട്, അത് കിട്ടൂല, അങ്ങോട്ട് മുകളിലോട്ട് കയറൂല. അത് വന്നിട്ടിപ്പോൾ ഒരു മാസം ആകാനായി. അതിൻ്റെ ഇടയിൽ മെനിയാന്ന് ലേശം വന്നതാ. പിന്നെ വെള്ളം ഇതുവരെ ഇല്ല. പിന്നെ ഞങ്ങൾ ഈ കിണറ്റിൽ നിന്ന് കോരിങ്ങായിട്ട് കൊണ്ടുപോകല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പണിക്കൊക്കെ പോയി വന്നിട്ട് പണി വെച്ച് വന്നിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകല മുകളിലോട്ട്. വേനൽക്കാലത്തും ഇങ്ങനെ തന്നെ. ഈ കിണർ വറ്റിണ്ടെങ്കിൽ ഞങ്ങൾ റോഡിന് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരിപ്പിക്കണം. അന്നപ്പോൾ റോഡില്ല. 2023 മഴക്കാലത്ത് പൊളിഞ്ഞു വീണ വീടിന്റെ മേൽക്കൂരയാണിത്. വർഷം 2 കഴിഞ്ഞിട്ടും ഇതൊന്ന് പുതുക്കി പണിയാൻ ഒരു സഹായവും പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ ഒന്നും പാസ്സായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു. കുറേ പ്രാവശ്യം പോയി അന്വേഷിച്ചതൊക്കെ. ഇത് വീണപ്പം പഞ്ചായത്ത് പറഞ്ഞു, വില്ലേജ് പറഞ്ഞു, അവരൊന്നും ഒന്നും നോക്കിയില്ല. അപ്പോൾ 24 കഴിഞ്ഞ് 25 ഇതുവരെ ആയില്ല. എല്ലാത്തിനും പരിഹാരം കാണുമെന്ന സ്ഥിരം പല്ലവിയാണ് പഞ്ചായത്തിന്റേത്. റോഡ് പണിക്കായി അടുത്ത മാർച്ചിൽ ടെൻഡർ വിളിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ കുടുംബങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. കാരണം ഇത്തരം വാക്കുകൾ ഇവർ പലതവണ കേട്ടതാണ്. കുടിവെള്ളം, പാർപ്പിടം, റോഡ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ഇവ യാഥാർത്ഥ്യമാക്കി നൽകണമെന്നാണ് ഇവർ അധികാരികളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ബന്ധപ്പെട്ടവർ ഇത് കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. റോഡിന്റെ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ടവർക്ക് കഴിയില്ലെങ്കിൽ അത് പറയണമെന്നും തങ്ങളാൽ ഇനിയും പറ്റിക്കാൻ അനുവദിക്കില്ലെന്നും കൈപ്പച്ചാൽ നഗറിലെ താമസക്കാർ പറയുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. എത്രയോ കാലം ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ട് രസിക്കാരാൻ്റെ അടിച്ച് ഇങ്ങനെ പറ്റിച്ചിട്ട് അപ്പം ഞങ്ങൾ വേറൊരു മണ്ടന്മാരാക്കുക. ഞങ്ങൾ ഇത്രയും കാലം വരെ ഞങ്ങൾ മണ്ടന്മാരായി. ഇനി അങ്ങ് മണ്ടന്മാരായി, ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ അങ്ങനെ ഇനി മണ്ടന്മാരല്ല. അപ്പം ഞങ്ങൾക്ക് വേണം റോഡ്, ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് റോഡ് വേണം. വേനൽക്കാലത്ത് തീരെ വണ്ടി ഇങ്ങോട്ട് കയറൂല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ആ താഴെ കുന്നിൻ്റെ മണ്ടയിൽ തലയിൽ വെച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇനി ഒരു ദിവസം ഞങ്ങൾക്ക് വയ്യ കൊണ്ടുവരാൻ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞത്. ആരിപ്പോൾ ഈ റോഡ് എന്നാലും ഇങ്ങനെ ആക്കില്ല, പഞ്ചായത്ത് പറയട്ടെ, എന്നാൽ ഞങ്ങൾക്ക് ഈ റോഡ് ഞങ്ങൾക്ക് ഇങ്ങനെ പൂർത്തീകരിച്ച് തരാൻ കഴിയില്ലാന്ന്. ഞങ്ങൾ എന്നാലും ഇങ്ങനെ പിരിവിട്ടോളാം. ഞങ്ങൾ അതുപോലെ തീർത്തും ഇങ്ങോട്ട് എഴുതി തരട്ടെ. എന്നാൽ ഞങ്ങൾ പിരിവിട്ടും ഞങ്ങൾ തെണ്ടിയിട്ടുണ്ടാണെങ്കിൽ ഈ റോഡ് ഞങ്ങൾ ശരിയാക്കിക്കോളാം. ഞങ്ങൾ പിരിവിട്ട് ഞങ്ങൾ പിച്ചച്ചാട്ടി എടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ അതും എടുക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത് ശരിയാക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷാണ് ചേരുന്നത്. വർഷ, ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളവർക്ക്. കുടിവെള്ളത്തിന്റെ വാഹനം അവരുടെ ആ സ്ഥലത്തേക്ക് എത്തില്ല. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കുകയാണ് എന്ന് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അധികൃതർ ഇവരുടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ വർഷ? റോഡിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ മാർച്ചിൽ ടെൻഡർ വിളിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവർ ഈ പ്രദേശവാസികളോടും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് ഈ ഒരു വാക്കിൽ വിശ്വാസമില്ല. കാരണം പഞ്ചായത്ത് അധികൃതർ സ്ഥിരം പറയുന്ന അവരുടെ സ്ഥിരം പല്ലവിയാണിതെന്നാണ് ഈ നിവാസികളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും പെട്ടെന്നുള്ള പരിഹാരമാണ് ഇവർക്ക് ആവശ്യം. കാരണം ഇനി കാത്തിരിക്കാൻ കഴിയില്ല. ഒരുപാട് നാളുകളായി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. ഗ്രാമസഭയിൽ ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇവർക്കുണ്ടായി
ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ എല്ലാം വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ഈ നിവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കുടിവെള്ളം, റോഡ്, അടച്ചുറപ്പുള്ളൊരു വീട്, ഇതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണിത്. ഇതാണ് ഇവർക്ക് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഈ ഒരു ആവശ്യവുമായി ഇവർ എത്തിയിട്ടും കടുത്ത അവഗണനയാണ് പഞ്ചായത്ത് ഇവരോട് കാണിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഈ പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുമ്പ് പറഞ്ഞ പോലെ റോഡ് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന്, അതായത് അസുഖം വന്നാൽ പോലും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് റോഡുള്ളത്. അത് എത്രയും ശരി വർഷ, മനസ്സിലാക്കുന്നു. വലിയ പ്രതിസന്ധിയാണ് ആ കുടുംബങ്ങൾ നേരിടുന്നത്. ആവശ്യമായ നടപടികൾ സർക്കാരും ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും എടുക്കട്ടെ.